ഗായ്സ് അപ്പോൾ ഡേ 6 ഓഫ് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഗായ്സ് അപ്പോൾ കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ബേസിക് നോളേജ് തരാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം ഒരു 20 റുപ്പീസ് കൊടുത്ത് നമ്മൾ ഒരു 3 മാസത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെക്കണം. അതിന് ശേഷം നമ്മൾ ഏത് പ്ലാനാണ് എടുക്കുന്നത് വെച്ചാൽ അത്ര രൂപ നമുക്ക് കൊടുക്കേണ്ടി വരും. ഗായ്സ് വൺസ് നമ്മൾ ആ ലോഗിൻ പ്രോസസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരാൻ പോകുന്നത് ഈ ഒരു പേജിലേക്കാണ്. ഗായ്സ് ഈ ഒരു പേജിൽ നമ്മൾ ഈ ഓൺലൈൻ സ്റ്റോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നാണ് ഇനി നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഷോപ്പിഫൈ കുറേ ഫ്രീ തീംസ് അവൈലബിൾ ആണ്. നമുക്ക് അതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ പെയ്ഡ് തീംസും ഉണ്ട്. മന്ത്ലി എത്ര പെയ്ഡ് വരുന്നത്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഏറ്റവും ബേസ് ആയിട്ടുള്ള തീമിലാണ്. അത് പഠിച്ചാൽ തന്നെ നമുക്ക് ബാക്കി എല്ലാ തീമിൻ്റെ ഒരു ഐഡിയ കിട്ടും. അതിന് വെച്ച് നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയ വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗായ്സ് നമുക്ക് വേണ്ട തീം നമ്മൾ താഴ്ന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് തീം എന്നുണ്ടാവും, അതിലേക്ക് എടുക്കുക. ഇതാണിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത തീം. ഇതാണ് ബേസിക് തീം. ഇതിലാണ് നമുക്കിന്ന് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഈ സൈഡിൽ കാണുന്ന ഓപ്ഷൻസിലാണ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അതാണ് ഈ വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഗായ്സ് ഈ ടോപ്പിൽ കാണുന്നതാണ് അനൗൺസ്മെൻറ്റ് ബാർ. ഈ അനൗൺസ്മെൻറ്റ് ബാർ എടുത്തിട്ട് നമുക്ക് ഇതിൽ ഇഷ്ടമില്ലാതായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം ഇതിലിപ്പോൾ ഉള്ളത് വെൽക്കം ടു അവർ സ്റ്റോർ എന്നാണ്. അപ്പോൾ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഗായ്സ് ഈ രണ്ടാമത് കാണുന്നതാണ് ഹെഡർ. ഇതിലാണ് നമ്മൾ ലോഗോ എല്ലാം വരേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ തീം സെറ്റിങ്ങിൽ പോയിട്ട് ലോഗോ ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ സെലക്ട് ലോഗോ എന്നുണ്ടാവും. അപ്പോൾ ഗായ്സ് ഈ വരുന്ന വിൻഡോയിൽ നമ്മൾ ലോഗോ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ലോഗോ ഫയൽസ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആഡ് ആയി കൊടുക്കുകയാണ്. ലോഗോ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ലോഗോ ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ ഇവിടെ ആഡായി ഈ ലോഗോനെ നമുക്ക് സെൻറ്ററിലേക്ക് വേണമെങ്കിൽ സെൻറ്ററിലേക്ക് മാറ്റാം. അതിനായിട്ട് ഇവിടെ മിഡിൽ സെൻറ്റർ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മിഡിലേക്ക് ലോഗോ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ലോഗോ ആയിട്ട് റിലേറ്റ് ചെയ്ത കുറേ ഓപ്ഷൻസ് ഉണ്ട്. മീൻസ് നമുക്ക് ലോഗോ സെൻറ്ററിലേക്ക് വെക്കാനുള്ളതുണ്ട്, ലോഗോൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന മൂന്നാമത്തെ ഓപ്ഷനാണ് ഇമേജ് ബാനർ. അപ്പോൾ ഇമേജ് ബാനർ വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഇമേജ് നമുക്ക് നമ്മളെ വെബ്സൈറ്റായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഇമേജ് ഇടാൻ പറ്റും. നമ്മുടെ ഇവിടെ ഇമേജ് എന്നുണ്ടാവും. നമ്മൾ അപ്ലോഡ് ആക്കിയ ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുക്കുക. അപ്പോൾ നമ്മൾ സെലക്ട് ആക്കിയ ഇമേജ് ഇവിടെ വരുന്നതാണ്. അതേപോലെ ഈ ഇമേജ് ബാനറിൽ നമുക്ക് ഈ കാണുന്ന ടെക്സ്റ്റും മാറ്റാൻ പറ്റും. ടെക്സ്റ്റ് മാറ്റാനായിട്ട് അത് ഈ ടെക്സ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വേണ്ട ടെക്സ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഈ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനടിയിൽ നമുക്ക് വേറെ സബ് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് സെക്ഷൻ ഉണ്ട്. ആഡ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ആവുന്നതാണ്. നമുക്ക് ഇവിടെയും നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഗായ്സ് നമ്മൾ സബ് ടെക്സ്റ്റും ആഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. ഇപ്പോൾ ഇതെല്ലാം ഓരോന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റേതായ ചേഞ്ചസ് ഇവിടെ വരുത്താൻ പറ്റും. ഇപ്പോൾ ലാർജ് സൈസ് കൂട്ടണമെങ്കിലോ അല്ലെങ്കിൽ ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിലോ മാറ്റാൻ പറ്റും. ഗായ്സ് പ്രൊഡക്റ്റിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് ഒരു സെക്ഷൻ കൂടെ ആഡ് ആക്കാൻ പോവാണ്. അത് നമ്മൾ ഫീച്ചർ കളക്ഷൻ്റെ അടിയിലുള്ള ഈ ആഡ് സെക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ആക്കാൻ പോകുന്നത് ഇമേജ് വിത്ത് ടെക്സ്റ്റാണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ എബൌട്ടെല്ലാം കൊടുക്കാൻ പറ്റിയ ഒരു സെക്ഷനാണ്. അപ്പോൾ നമ്മൾ എബൌട്ട് സെക്ഷൻ ആഡ് ആക്കിയിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഡ് ആക്കേണ്ടത്. ഇമേജ് സെലക്ട് ചെയ്തിട്ട് ആഡ് ആയി കൊടുക്കുക. അതേപോലെ ടെക്സ്റ്റും ആഡ് ആയി കൊടുക്കുക. അതേപോലെ നമ്മൾ ഈ ഇമെയിൽ സൈനപ്പിൻ്റെ സെക്ഷനും അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമുക്ക് എങ്ങനെയാണ് കളർ ചേഞ്ച് ആക്കേണ്ടതെന്ന് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷൻ എടുത്തതിന് ശേഷം ഇവിടെ സ്കീം എന്നുണ്ടാവും. ഇതിൽ നമുക്ക് ആവശ്യമുള്ള സ്കീം സെലക്ട് ചെയ്യുക. അല്ല ഇതല്ലാണ്ട് നമ്മൾ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ചേഞ്ച് ആക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അങ്ങനെ ഓരോ സെക്ഷനിൽ നമുക്ക് ചെയ്യാം. ഗായ്സ് അപ്പോൾ ഇതാണ് നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത സൈറ്റ്. നമുക്ക് ടൈം ലിമിറ്റേഷൻസ് ഉണ്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതിന്. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് ഇവിടെയുള്ള ഓപ്ഷൻസ് എല്ലാം വെച്ചിട്ട് എല്ലാ തീമും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടാം. അതേപോലെ പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നതൊക്കെ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഒരുമിച്ച് സെറ്റാക്കാം.